സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി സിമ്പിൾ ആയിട്ട് ക്യാഷ് ജനറേറ്റ് ആക്കാനായിട്ട്. ബട്ട് നമ്മൾ ആരും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല. നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാൻ, അതുപോലെ ഫേസ്ബുക്ക് റീൽസ്, അങ്ങനെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. സോ അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചു. നമ്മൾ ഇന്നത്തെ വീഡിയോ തരാനായിട്ട് പോകുന്നത് 3 അടിപൊളി മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് ക്യാഷുകളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഈ ഒരു 3 മെത്തേഡും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് എനിക്കിപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നമ്മുടെ ചാനലിന്റെ ബയോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റ്, അതായത് നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കാണാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മെന്റർഷിപ്പും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബ് ഇന്ററാക്ട് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജെന്യൂൻ ആയിട്ട് ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ മാത്രം യൂസ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കോളേജ് ഫീസ് ഒക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് പറഞ്ഞ് ലൈവ് ആയി കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ വീട്ടിൽ നമ്മുടെ ചാനലിൽ പോകുകയാണെങ്കിൽ ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട് കമന്റുകളെ ചോദിക്കുക. ഓക്കെ, സോ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ നടക്കണ്ട, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു 3 മെത്തേഡ് നിങ്ങൾക്ക് ആർക്കും ആണെങ്കിലും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈ ഒരു മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിസൾട്ട് കിട്ടിയുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡയറക്റ്റ് വീഡിയോയുടെ പോവുകയാണ്. നമ്മൾ ലാഗൊന്നും എടുപ്പിക്കുന്നില്ല. ഞാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ അതായത് A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ടിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റും വേണ്ട, നിങ്ങളുടെ കയ്യിൽ 1 രൂപയും വേണ്ട, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോറോ ഒരു സംഭവം വേണ്ട. ഓക്കെ, ജസ്റ്റ് ഒരു കമ്പനി നിങ്ങൾ സെർച്ച് ചെയ്യുക എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ ആദ്യം പറഞ്ഞു തരാം. സോ ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ്, അതായത് ജസ്റ്റ് വെയിറ്റ് ആക്കണേ, ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ്, ഓക്കെ, ഒരു പ്രോഡക്റ്റ് നമ്മളെടുത്ത് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മളിപ്പോൾ ഒരു കമ്പനി പ്രോഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്. സോ ആ ഒരു സംഭവം, ആ ഒരു പ്രോഡക്റ്റ് സെല്ലായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നമുക്ക് ഇത്ര % കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങനെയാണ് ഇത് സംഭവം ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഏത് കമ്പനിയിലാണ് ഞാൻ പോകണമെന്ന് വിചാരിക്കും. സോ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ പോകണ്ട. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് നമ്മുടെ മീഷോ അല്ലെങ്കിൽ നമ്മുടെ ആമസോണോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടോ, ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ. നമ്മൾ ഇതുപോലത്തെ ഇ-കൊമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. സോ അവരുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മീഷോയുടെ അഫിലിയേറ്റ് പ്രോഗ്രാം എങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആമസോണിന്റെ പ്രോഗ്രാമിൽ എങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്താണ്, ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ എല്ലാത്തിനും ഓരോ അഫിലിയേറ്റ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിൽ ഫസ്റ്റ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു ലിങ്ക് എടുക്കുക. ലിങ്ക് എടുത്തതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് അത് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര സെയിൽസ് കൂടും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ വില 500 രൂപയാണെങ്കിൽ ഒരു 500 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങളെടുത്ത് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് പേര് കണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടി. ആ 500 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാണ്ട് പോകുന്നത് ഒരു 10% കമ്മീഷനാണ്. അതായത് 50 രൂപ വിചാരിക്കുക. ഓക്കെ, 50 രൂപ വിചാരിക്കുക. നിങ്ങൾ 500 രൂപയുടെ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ഒരു 10 സെയിൽ കൺഫേം ആയി. ഒരു ദിവസം 10 സെയിൽ കൺഫേം ആയി. അപ്പൊ 10 × 50 എത്രയാണ്, 500 രൂപയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രോഫിറ്റ്. സോ അതാണ് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തെ കാര്യം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രോഡക്റ്റ് ഒന്നും കയ്യിൽ വേണ്ട. ജസ്റ്റ് ഒരു കമ്പനി പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, കമ്പനി നമുക്ക് കമ്മീഷൻ തരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. സോ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സെക്ഷനാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ അതൊരു കോഴ്സ് ലോഞ്ച് ആക്കാൻ പോവുകയാണ്. അതായത് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുള്ള കോഴ്സ് നമ്മൾ ലോഞ്ച് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ വളരെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. സീറോ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി പറ്റുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. യു ക്യാൻ ക്രിയേറ്റ് ആൻഡ് സെൽ സിമ്പിൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ലൈക്ക് നോട്ട്സ്, ഇ ബുക്സ്, ടെംപ്ലേറ്റ്സ്, ഗൈഡ്സ്, കോഴ്സസ്. അതായത് നമുക്കൊരു സ്കില്ല് കാണുമല്ലോ. അപ്പൊ എനിക്ക് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് എഡിറ്റിംഗിന്റെ ഒരു സ്കില്ലുണ്ട്. ഓക്കെ, ഒരു എഡിറ്റിംഗിന്റെ എനിക്കൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് വേണമെങ്കിൽ ആ എഡിറ്റിംഗ് യൂസ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് വേറെ ഒന്നും എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന പണിയൊന്നുമില്ല.
ജസ്റ്റ് ഒരു എഡിറ്റിങ്ങിന്റെ ഒരു ക്ലാസ് ഇറക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പം ആണെങ്കിൽ ഇപ്പോൾ എഡിറ്റിംഗ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ക്ലാസ് ഇറക്കാൻ പറ്റും. അത് ഒരു കോഴ്സ് രൂപത്തിൽ ക്ലാസ് ആയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു തവണ മാത്രം നമ്മൾ ക്രിയേറ്റ് ആക്കിയാൽ മതി, ഒരുപാട് തവണ നമുക്ക് സെല് ചെയ്യാൻ പറ്റും, ഇഷ്ടം പോലെ. കാരണം അത് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ്, നമ്മുടെ കയ്യിലൊന്നും സാധനം വേണ്ട. നമ്മൾ നേരത്തെ ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ്, ഒരു കമ്പനിയുടെ ഫിസിക്കൽ പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത്. ബട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു ഇ ബുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉള്ള സെല്ലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഫോണിൽ ഒരിടത്തോളം കാര്യം നമുക്ക് ഈ ഒരു ഇ ബുക്ക് സെല്ലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു സംഭവം കോഴ്സ് ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ ഒരു ഇ ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ തടി കുറയ്ക്കാൻ പറ്റും, ഞാനത് ഇ ബുക്കിംഗ് ആണ് തയ്യാറാക്കി. അതിനുശേഷം എന്താണ് നേരെ ഇൻസ്റ്റാഗ്രാം പോകുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നു, എന്നിട്ട് പ്രൈസ് കൂട്ട് അങ്ങ് സെല് ചെയ്യുന്നു. സോ അതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ മൂന്നാമത്തേതാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് റീസെല്ലിംഗ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് ഒഴിവാക്കാം, കാരണം ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് പൈസ വേണം. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ട് പൈസ വേണം. ബട്ട് നിങ്ങൾക്ക് മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ്, അതായത് മീഷോ റീസെല്ലിംഗ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, സോ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് റീസെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് മീഷോ യൂസ് റീസെൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ വില 300 രൂപയാണ്. ഓക്കെ, 300 രൂപയാണ്. നമ്മൾ നേരെ ആ ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം 500 രൂപയ്ക്ക് സെല്ലാക്കാൻ പോവാണ്. സോ 200 രൂപയാണ് നമ്മളെ പ്രോഫിറ്റ്. ഇതിനെയാണ് നമ്മൾ റീസെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതേ സെയിം മെത്തേഡ് നമ്മുടെ മീഷോയിലുണ്ട്. ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണിച്ചത് എന്താണ് നമ്മുടെ മീഷോ യൂസ് ചെയ്ത് ഞാൻ ചെയ്യാൻ. ജസ്റ്റ് ഞാൻ മീഷോ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ മീഷോയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പ്രൊഡക്റ്റും കളൊക്കെ എടുത്തിട്ട് ഇവിടെ കാണാൻ പറ്റും. ഈ പ്രൊഡക്റ്റിന്റെ റേറ്റ് 300 രൂപയാണ്. ഓക്കെ, ഇപ്പൊ കാണിച്ചുതരാം ഞാൻ എങ്ങനെയാണ് 500 രൂപയ്ക്ക് സെല്ലാക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ സൈസ് എല്ലാം സെറ്റ് ആക്കുന്നു, മീഡിയം സെലക്ട് ആയി കൊടുത്ത് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് ഒന്ന് പോവാണ്. ഓക്കെ, അതിനുശേഷം എന്താണ് അഡ്രസ്സുകളെ സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് വേണ്ട കസ്റ്റമറിന്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പ്രൊമോട്ട് ചെയ്തല്ലോ. സോ അതിന്റെ ആരാളെ ഡെലിവറി, അതായത് ആരാളെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്താണ് അഡ്രസ്സുകളെ സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് വേണ്ട കസ്റ്റമറിന്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പ്രൊമോട്ട് ചെയ്തല്ലോ. സോ അതിന്റെ ആരാളെ ഡെലിവറി, അതായത് ആരാളെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് തൊട്ട് കാണാൻ പറ്റും റീസെല്ലിംഗ് ദ ഓർഡർ. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് സെല്ലാക്കാനുള്ളത് എന്താണ് 500 രൂപയ്ക്കാണ്. സോ ഞാൻ ജസ്റ്റ് എന്താണ് ഇവിടെ 500 രൂപ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ സെല്ലാക്കാൻ പോകുന്ന ഈ ഒരു 200, അതായത് 300 രൂപയുടെ ഷർട്ട് ഞാൻ 500 രൂപയ്ക്ക് സെല്ലാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എന്റെ പ്രോഫിറ്റ് 201 രൂപയാണ്. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അത് മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ എത്ര ചെയ്യാൻ പറ്റും മീഷോ യൂസ് ചെയ്തുകൊണ്ട് ഏത് പ്രോഡക്റ്റുകളും ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രമാത്രം മാർജിൻ ഇൻക്രീസ് ആക്കുന്നുണ്ട് അത്രയും മാത്രം പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒഴിവാക്കിയത്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് മീഷോ യൂസ് ചെയ്തുകൊണ്ട് റീസെല്ലിംഗ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് റീസെല്ലിംഗ് കമ്പനീസ് ഉണ്ട്. ഓക്കെ, അവിടെ പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രൊമോട്ട് കൊടുത്താൽ മാത്രം മതി, അങ്ങ് സെല്ലായി കൊടുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് മീഷോ യൂസ് കൊണ്ട് ഇതേ സെയിം മെത്തേഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മീഷോ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതായത് മീഷോയുടെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ആ മീഷോയുടെ. കാരണം നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് എന്താണ് റീസെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു 3 മെത്തേഡും നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ജസ്റ്റ് മൊബൈൽ ഫോൺ മാത്രം മതി, അതും സീറോ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, നിങ്ങൾക്ക് കോളേജ് ഫീസ് ഒക്കെ അടയ്ക്കണം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തതിന് ശേഷം എന്താണ് ആ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് പ്രൊമോട്ട് ആക്കുക. അതിനുശേഷം സെയിൽസ് കൂടുന്തോറും എന്താണ് വേണമെങ്കിൽ മീഷോയിലൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കമന്റ് റിപ്ലൈ പോകുന്നതായിരിക്കും. അതായത് ഇന്ന പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുകയാണ്, ഇന്ന പ്രോഡക്റ്റ് വേണമെങ്കിൽ കമന്റ് ലിങ്ക് ഇടാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് ഈ മീഷോ യൂസ് ചെയ്തുകൊണ്ട് അത് സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് നിങ്ങളുടെ അഫ്ലൈ ലിങ്ക് അവിടെ ചെന്നതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും, റീസെല്ലിംഗ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ ഇതെന്താണ് വൈ ദിസ് വർക്ക്സ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നോ എവിടെ ഇരുന്നോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫ്ലെക്സിബിൾ ഫോർ സ്റ്റുഡന്റ്, നിങ്ങൾക്ക് ഏതൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഒരു ഏജ് ലിമിറ്റും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടമ്മ ആയിക്കോട്ടെ ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ പോയിന്റ് ആണ് നമ്മുടെ എന്താണ് ഇതിന് മൊബൈൽ മാത്രം മതി. ഓക്കെ, ടാബ് വേണ്ട, ഫോൺ വേണ്ട, ഒരു സാധനം വേണ്ട, ജസ്റ്റ് മൊബൈൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല് ചെയ്തുകൊണ്ട് അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ആക്കാൻ പറ്റുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. സോ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ജസ്റ്റ് എന്താണ് എന്റെ ടെലഗ്രാം ഐഡി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എനിക്ക് ഡിജിറ്റലിൽ നിന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മാത്രം മതി, ഞാൻ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ,
സോ നിങ്ങൾ ഈ ഒരു 3 മെത്തേഡും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 3 മെത്തേഡ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിന്റെ മെയിൻ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയതിനു ശേഷം ഈ ഒരു ജസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിന് മാത്രം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ബാക്കി 2 മെത്തേഡും അതിലൂടെ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ പറഞ്ഞ് മനസ്സിലായല്ലോ. ജസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിട്ട് ഞാൻ എന്താണ് ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ആ ഒരു സ്റ്റോറിൽ കൂടെ തന്നെ നമുക്ക് അതായത് ആ ഒരു പേജ് കൂടെ തന്നെ നമുക്ക് ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലാക്കാൻ പറ്റും. അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കേണ്ട മറക്കണ്ട. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 3 മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റ് ട്രൈ ചെയ്ത് നോക്കുക, ഡിജിറ്റൽ പ്രോ ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ റീസെന്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം സീരിയസ് കാര്യങ്ങളൊക്കെ ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബട്ട് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിലും മികച്ച അടുത്ത വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്.